72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് ഇപ്പോൾ സിനിമാ പേജുകളിൽ ചർച്ച. വിവിധ ഭാഷകളിൽ നിന്ന് 400-ലധികം സിനിമകൾ മാറ്റിവരച്ച മത്സരവേദിയിൽ പുരസ്കാരം സ്വന്തമാക്കിയവരെയുള്ള ചർച്ചകളാണ് എല്ലായിടത്തും. മികച്ച നടനുള്ള പുരസ്കാരം നാലാമതും തൻ്റെ ഷെൽഫിലെത്തിച്ച് മമ്മൂട്ടി ചരിത്രമെഴുതി. ബ്രഹ്മയുഗത്തിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടിക്ക് പുരസ്കാരത്തിന് അർഹനായത്. കടുത്ത മത്സരത്തിനൊടുവിൽ രണ്ടുപേർക്കാണ് അവാർഡുകൾ പങ്കിട്ട് നൽകിയത്. ചന്തു ചാമ്പിലിന്റെ പ്രകടനത്തിന് കാർത്തിക് ആര്യനാണ് മമ്മൂട്ടിയുമായി അവാർഡ് പങ്കുവച്ചത്. എന്നാൽ കാർത്തിക് ആര്യനേക്കാൾ അർഹതയുള്ള മറ്റ് ചില പ്രകടനങ്ങളുണ്ടായിരുന്നു എന്നാണ് സിനിമാ പേജുകൾ അഭിപ്രായപ്പെടുന്നത്. ചിയാൻ വിക്രമിന്റെ പേരാണ് തമിഴ് പേജുകൾ ഉയർത്തിക്കാട്ടുന്നത്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത തങ്കലാനിൽ ചിയാന്റെ പകരം വെക്കാനില്ലാത്ത പ്രകടനമായിരുന്നു. ശാരീരികമായും മാനസികമായും ചിയാൻ ഒരുപാട് വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രമായിരുന്നു തങ്കലാനിൻ്റെത്. ചിത്രത്തിനായി ശരീരം ഭാരം കൂട്ടുകയും കുറച്ചും ഒരുപാട് ബുദ്ധിമുട്ടുകൾ താരം സഹിച്ചിട്ടുണ്ട്. തങ്കലാൻ്റെ മേക്കിംഗ് വീഡിയോ ചിയാൻ വിക്രം കഥാപാത്രത്തിനായി നടത്തിയ ഡെഡിക്കേഷൻ പല പേജുകളും പങ്കുവെക്കുന്നുമുണ്ട്. കഴിഞ്ഞ വർഷത്തെ ദേശീയ പുരസ്കാര ജൂറി നിഷ്കരണം തള്ളിക്കളഞ്ഞ ആടുജീവിതത്തെയും തങ്കലാനെയും തമ്മിൽ പലരും താരതമ്യം ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജ് ശാരീരികമായി പല ബുദ്ധിമുട്ടുകൾ സഹിച്ച് നജീബ് എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയപ്പോൾ ജൂറി അതിനൊരു യാതൊരു വിലയും നൽകാതെ പോയത് വലിയ വിവാദമായി. ഇത്തവണയും അത്തരം അവസ്ഥ ആവർത്തിച്ചു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. മുമ്പ് പലതവണ ചിയാൻ വിക്രം ദേശീയ അവാർഡ് വേദിയിൽ തഴയപ്പെട്ടിട്ടുണ്ട്. കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സേതു 1999-ൽ അവാർഡ് വേദിയിൽ അവസാന റൗണ്ടിലെത്തിയിരുന്നു. വാനപ്രസ്ഥത്തിലൂടെ വിസ്മയിച്ച മോഹൻലാലിന് മുന്നിൽ അടിയറവ് പറയുകയായിരുന്നു. 4 വർഷങ്ങൾക്കിപ്പം പിതാമഹനുടെ കരിയറിലെ ആദ്യ ദേശീയ അവാർഡ് ചെയ്യാൻ തൻ്റെ സെൽഫിലെത്തി. 2011-ൽ ദൈവത്തിൻ മകൾ, 2003-ൽ എന്നീ ചിത്രങ്ങളുടെ പ്രകടനത്തിന് വിക്രം പുരസ്കാരം അർഹിച്ചിരുന്നു. ഇത്തവണ തങ്കലാനിൽ അവാർഡ് ലഭിക്കുമെന്ന് പലരും അടിയുറച്ച് വിശ്വസിച്ചു. അടിച്ചമർത്തപ്പെട്ട ഒരു രാഷ്ട്രീയം ഉറക്കെ സംസാരിക്കുന്ന രഞ്ജിത്ത് അണിയിച്ചൊരുക്കിയ തങ്കലാനിൽ ഒരു അവാർഡിനും ജൂറി പങ്കെടുക്കാതിരിക്കുന്നത് രാഷ്ട്രീയമായും ചിലർ വിമർശിക്കുന്നുണ്ട്.